ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇയാളാരാ? നീ എന്തിനാ അയാളുടെ പുറകെ ഓടിയത്? ഇങ്ങ് വന്നേ, ഇന്നത്തോടെ നിന്റെ കള്ളത്തിൽ അവസാനിപ്പിക്കും. പാടിങ്ങോട്ട്. ഇവളുടെ കള്ളത്തരം ഞാൻ കയ്യോടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്താ ഗിരിജ ഇത്? നിനക്കിത് എന്തിന്റെ കേടാ? ദുർഗക്ക് നീ സൗര്യം കൊടുക്കില്ലേ? കേട് എനിക്കല്ല, ഇവക്ക. ഈ വീട്ടിലുള്ളവർക്ക് ആർക്കും സ്വൈര്യം തരാതിരിക്കാനുള്ള വഴികൾ നോക്കുന്നതേ ഇവളാ. ദുർഗമോൾ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഇവളെ അലക്കാൻ ഏൽപ്പിച്ചല്ലേ നമ്മള്? ഞാനത് നോക്കാൻ ചെല്ലുമ്പോ ഇവള് റോഡിൽ കൂടി ഒരുത്തന്റെ പുറകെ ഓടുന്നു. എന്തിന്? അത് ഇവള് തന്നെ പറയട്ടെ. പറയടി, നീ ആരുടെ പുറകെ ഓടിയത്? ഇവക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. അതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നതും കൂട്ടത്തിൽ നിന്നൊക്കെ കാണാതാവുന്നതും. ഓ പിന്നെ അതെ, സത്യം പറയടി, ആരാവൻ? എന്താ അവനുമായി നിനക്കുള്ള ഇടപാട്? വല്ലവന്റെ പിറകെ ഓടി കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കൂ. ഇവളുടെ അമ്മയായിട്ട് ആവശ്യത്തിൽ കൂടുതൽ അത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇനി മോളും അതേ വഴി തന്നെയാണോ? നോക്ക്, എല്ലാവരും ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവളൊരു അക്ഷരം മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഇതാണ് ഏറ്റവും വലിയ കള്ളത്തരം. മോളെ, ഇതെല്ലാം കേട്ടിട്ട് നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? എന്താന്ന് വെച്ചാ നീ അങ്ങ് പറ. നീ എന്തിനാ പുറത്തു പോയേ? ഇവൾക്കൊപ്പം ആ കിരീടം ഓടുന്നുണ്ടായിരുന്നു. ആഹാ, രണ്ടുപേരും ഒളിച്ചോടാൻ നിന്നതാണോ? നീ എന്റെ മോളെ കുറിച്ച് വേണ്ടാത്തൊന്നും പറയാതെ. നിങ്ങളുടെയൊക്കെ ഇത്ര സംസാരത്തിന് എന്ത് മറുപടി പറയാനാ? അതാ ദുർഗേച്ചി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ. അങ്ങനെ പറഞ്ഞ് നീ ഇവളെ രക്ഷിക്കാനൊന്നും നോക്കണ്ട. സത്യം പറയാതെ ഇവളെ ഇന്ന് വിടൂന്ന് കരുതണ്ട. പറയടി. എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്ക് മോളെ. ഇവർക്കെല്ലാം സമാധാനാവട്ടെ. അത് ഞാൻ പറ. പറ. ദുർഗേ, അവൻ പൊട്ടിച്ചുകൊണ്ടുപോയി തന്റെ മാല തിരിച്ചു കിട്ടി. മാലയോ? അപ്പോ മാലക്ക് വേണ്ടിയാണോ ഓടിയത്? അതെ. കേട്ടല്ലോ, എല്ലാവർക്കും സമാധാനായല്ലോ. അവൻ ദുർഗയുടെ മാല പൊട്ടിച്ചുകൊണ്ട് പോയി. പിന്നാലെ ദുർഗ ഓടുന്നത് കണ്ട ഞാനും ഓടിയത്. അവനെ പിടിച്ച് മാല തിരികെ വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോഴാ ഗിരിജാന്റി ദുർഗയെ പിടിച്ചോണ്ട് വന്നത്.